ചങ്ങായിമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് മാനാഞ്ചിറ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിതാ മാനാഞ്ചിറ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ലൈറ്റ് സെറ്റപ്പാണ് കേട്ടോ. കണ്ടാൽ നമുക്ക് എങ്ങനെ എന്താ പറയുക കണ്ടിരുന്ന് പോകും കേട്ടോ. അപ്പോൾ മോള് അവിടെ എത്തിയ സമയത്ത് ഒരു തലയിൽ വെക്കുന്ന ലൈറ്റൊക്കെ കത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ചുറ്റൂറും ആളുകൾ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് കേട്ടോ ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നല്ല ലൈറ്റ് അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയ അന്ന് അതായത് ന്യൂ ഇയറിൻ്റെ തലേന്നായിരുന്നു കേട്ടോ. ന്യൂ ഇയറിൻ്റെ തലേന്ന് പറയുമ്പോൾ 30-ാം തീയതി ആയിട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് ദിവസം ലേറ്റായി പോയി ഗായ്സ്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് അത് അവിടെ കിടന്നു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അവിടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ. അപ്പോൾ ഞാൻ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഷോർട്ടാക്കിയിട്ടൊക്കെ ഇട്ടു. അപ്പോൾ നമുക്ക് മ്യൂസിക്കിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ എന്തായാലും മ്യൂസിക്കോടുകൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തു കേട്ടോ. മ്യൂസിക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇതെന്താ വെച്ചാൽ നമ്മൾ മ്യൂസിക് ഉണ്ടാകുമ്പോൾ യൂട്യൂബിൽ അങ്ങനെ മ്യൂസിക് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ കട്ട് ചെയ്താണ് കേട്ടോ. അവിടെ ഫുള്ള് പാട്ട് സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അത് ഫുള്ള് അതുകൊണ്ടാണ് വോയിസ് ഫുള്ള് കട്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് ആ മോനെ അവിടെ പോയിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. സൂപ്പറായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനേ തോന്നിയിട്ടില്ല. ലാസ്റ്റ് ഏട്ടൻ പറഞ്ഞു മതി ഇങ്ങോട്ട് പോര് പറഞ്ഞ് എന്നെ വലിച്ചു കൂട്ടി കൊണ്ടുപോകാം കേട്ടോ. ഫുള്ള് ഫോട്ടോ എടുക്കുക, എനിക്കിതല്ലേ പണി. ഫുള്ള് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, വേറെ എന്ത് പണി. കണ്ടാൽ നമ്മൾ എന്തായാലും ഒന്ന് ഫോട്ടോ എടുത്തൂലേ ഗൈസ്. ഇപ്പോഴത്തെ ജനറേഷൻസിലെ ആരായാലും ശരി ഇതൊക്കെ കണ്ടാൽ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാതെ പോരൂല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവത്തിനുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ. മാനാഞ്ചിറ സ്ക്വയറിൽ സ്ക്വയർ മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. പല രൂപങ്ങൾ, നമ്മളെ വേൾഡിൻ്റെ രൂപത്തിലുള്ള ഇതിലൊക്കെ നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നിങ്ങളുടെ ലൈക്കുകളൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ കേട്ടോ. ലൈക്കും ഇല്ല കമൻറ്റും ഇല്ല. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ, ഇവിടെ പോയിട്ടുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്കറിയോ മാനാഞ്ചിറ സ്ക്വയർ അറിയോ? അറിയുന്നവരൊക്കെ വന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്കൊന്ന് പരിചയപ്പെടാനേ, മാനാഞ്ചിറയുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. ഓരോ രൂപങ്ങളും കാണാം ഗൈസ്. വരൂ, എൻ്റെ കൂടെ പോരൂ ഗൈസ്. ഇനി ഞാൻ വർത്താനം പറഞ്ഞ് ഓവറായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പം നമുക്കിനി ഇത് ഫുള്ള് കണ്ടിട്ട് വരാം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഏത് രൂപമാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നോക്കൂ ഗൈസ്, എന്ത് ഭംഗിയാണല്ലേ. വേൾഡ് കാണാൻ അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഇങ്ങോട്ട് നോക്കൂ, കരടീനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞ് കരടീനെ നല്ല വെള്ള ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ സ്നോമാൻ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്നോമാൻ ആണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജ്യൂസ് മേടിച്ചു കൊടുത്തു. പിന്നെ ഞാനൊരു ചായ കുടിച്ചു.
അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു പോരുന്ന വഴി നമ്മുടെ ഫറോക്ക് പാലം കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് ഫറോക്ക് പാലവും ലൈറ്റ് കൊണ്ട് ഇങ്ങനെ മിന്നി തിളങ്ങാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.